നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടോ സിനിമാ ഗാനങ്ങളിലൊക്കെ? അവിടുത്തെ തൃപ്പടിയിൽ പോയി അടിഞ്ഞു ചേരുക എന്നൊക്കെയാണ് പറയുന്നത്. എപ്പോഴായത്? മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി വിലയം പ്രാപിക്കുക എന്നൊക്കെയാണ്. ഈ ആത്മാവിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവ് പുറത്തിറങ്ങുന്നു, മരിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, കാറ്റ് പോകുന്നു. പോയിട്ട് ഇതെന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ ഒരുമാതിരി നല്ല ഗുണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റിങ്ഷനോടുകൂടിയൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ സ്വർഗത്ത് പോകും. സ്വർഗത്ത് പോയിട്ട് നിങ്ങൾ എത്രമാത്രം ഗുണം ഇവിടെ ചെയ്തിട്ടുണ്ടോ അത്രയും സുഖം അനുഭവിക്കും. എന്നിട്ട് നിങ്ങളുടെ സുഖം തീരുമ്പോൾ നിങ്ങൾ നല്ല താഴോട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ഇവിടെ വേറെ നല്ലൊരു ജനനം ഉണ്ടാവും. അതായത് ഇവിടെ നേരെ പോകുന്നു, സ്വർഗത്ത് പോകുന്നു, അവിടെ വസിക്കുന്നു, തിരിച്ചു വീണ്ടും നല്ല ഒരു സ്ലോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നു വേറെ ഒരാളായിട്ട്. മനുഷ്യനൊക്കെ നല്ലതാണെങ്കിൽ നല്ലതൊക്കെ കിട്ടും. നിങ്ങൾ മോശമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും, തിരിച്ചു വന്ന് വീണ്ടും ആസുര യോനികളിൽ പിറക്കുന്ന പറയും. എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഇതായിട്ട്, പിന്നെ മനുഷ്യനായിട്ട് തന്നെ പിറക്കണമെന്നില്ല, പട്ടി, പൂച്ച, എരുമ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ വരെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യങ്ങളെല്ലാം ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. 99.9% മാർക്ക് കിട്ടിയ ഒരാളാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കറിയോ? നിങ്ങൾ ഈ സ്വർഗത്ത് പോയില്ല. നിങ്ങൾ സ്വർഗവും മറികടന്ന് എസ്കേപ്പ് വെലോസിറ്റിയും കടന്ന് സൗരയൂഥത്തിന് പുറത്തേക്ക് പോകും. പോയിട്ട് എവിടെ പോകും? ഈ പരമാത്മാവിൽ പോയി ലയിക്കും. അത് സൗരയൂഥത്തിന് പുറത്തേക്ക് പോകുന്നൊരു വോയേജറായിട്ട് മാറും നിങ്ങൾ. പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല, നിങ്ങൾക്ക് പിന്നെ പുനർജന്മമില്ല, പിന്നെ കഷ്ടപ്പാടില്ല, ദുരന്തമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഈ ഹിന്ദു മിത്തോളജിയുടെ അനുസരിച്ച് മോക്ഷം എന്ന് പറഞ്ഞാൽ പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു. എന്തായി പുനർജന്മം? നിങ്ങളിലിരുന്ന ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കണ്ടിട്ടില്ല, കേട്ടില്ല, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ മൂടനാണെന്നാണ് പറയുന്നത്. പോട്ടെ, ഇത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറെ ആരെങ്കിലും കയറി തിരിച്ചോ അല്ലെങ്കിൽ സ്വർഗത്തിലോ ഒക്കെ പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും വീണ്ടും ഈ ജനിമൃതികളുടെ പരമ്പരയെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും? മോക്ഷം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ചേരും. അവിടെ പോയി ചേർന്നാൽ ജനിമൃതികളില്ല, നിങ്ങൾ വരുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? ഇപ്പോൾ നിങ്ങളൊരു KSRTC ബസ് ഓടിക്കുക, നിങ്ങൾ ഡ്രൈവറാണ്, വണ്ടി കൊണ്ടിടുന്നു, പിന്നെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ഓട്ടോ ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഡ്രൈവർ എന്ന നിലയിൽ? ഇല്ല. ഇനി മറിച്ച് നമ്മളിതൊക്കെ എങ്ങനെ അറിയുന്നത്? നമ്മുടെ അടുത്ത ജന്മം എന്താണ്, പഴയ ജന്മം ഏതാണ്, നമ്മളെങ്ങനെ അറിയുന്നത്? പഴയ ജന്മത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? എനി വൺ ഓഫ് യു റിമെമ്പർ യുവർ പ്രീവിയസ് ബർത്ത്സ്? എനിത്തിങ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. അടുത്ത ജന്മം ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറർ, അതെന്താണത്? നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? അടുത്ത ജന്മത്തിൽ നിങ്ങളൊരു പട്ടിയാണ് എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ മരിക്കുന്നവരൊരു പ്രശ്നമില്ല. മരിച്ചു കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും കാണുന്ന എല്ലാം പൊട്ടത്തരമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും മരിച്ചു കഴിഞ്ഞുള്ള അവസ്ഥയും ഇതിൻ്റെ രണ്ടിനെക്കുറിച്ച് സംസാരിക്കുന്നവൻ ഒന്നുകിൽ ഒരു വഞ്ചകനാണ്, അല്ലെങ്കിൽ ഒരു വിഡ്ഢിയാണ്, അല്ലെങ്കിൽ മാനസികമായ എന്തോ പ്രശ്നമുള്ളവരാണ്. പണ്ട് ഡോക്കിൻസ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്കിൻസ് പറഞ്ഞത് ജനിക്കുന്നതിന് മുമ്പ് എന്താണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ സംഭവിക്കുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്താണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ ആയിരിക്കും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക. അല്ലെങ്കിൽ റസൽ പറഞ്ഞ ഉത്തരം വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ യുവർ ഡെത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു യു വിൽ റോട്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ കിടന്ന് ജീർണിക്കും, അത്രേ ഉള്ളൂ, പച്ചയ്ക്ക് പറയാം. അപ്പോൾ അവിടെയാണ് പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാശയ ചതുഷ്കം, ദൈവമായിട്ട് അവതരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു.